ഇനി ഒരു ഇത്തിരി സ്പോർട്സ് ആകാം. ഇന്ത്യ ശ്രീലങ്ക 5ാം വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ലങ്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് 176 റൺസ്. ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് എടുത്തത്. അനിൽ വാസുദേവ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം ചേരുന്നു. അനിൽ വാസുദേവ്, പറയൂ അനിൽ. ഗുഡ് ഈവനിങ് എസ് കെ. അങ്ങനെ ഈ പരമ്പര തൂത്തുവാരാൻ ഇറക്കിയിരിക്കുകയാണ് ഇന്ത്യ. ആദ്യ 4 മത്സരങ്ങളും ജയിച്ച ഇന്ത്യക്ക് അവസാന മത്സരത്തിലും ഒരു മികച്ച തുടക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് നേടിയത്. ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ സ്മൃതി മന്ദാനയ്ക്ക് വിശ്രമം നൽകി ഇന്ന് യുവതാരം 17-കാരി ജി കമാലിനിക്ക് അരങ്ങേറ്റം നൽകിയാണ് ഇന്ത്യ ഇറങ്ങിയത്. ഒപ്പം തന്നെ മറ്റൊരു മാറ്റം കൂടി വന്നത് സ്നേഹറാണ ടീമിലേക്ക് എത്തുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്ത്യ ഒരുപക്ഷെ പരീക്ഷണങ്ങൾക്ക് മുതിർന്നുകൂടിയാണ് ഈ മത്സരത്തിൽ ഇറങ്ങിയത്. പക്ഷേ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം കഴിഞ്ഞ 3 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ ഷെഫാലി വർമ്മയെ പെട്ടെന്ന് തന്നെ നഷ്ടമായി. ഒപ്പം തന്നെ ജി കമാലിക്കും വലിയ രീതിയിൽ തിളങ്ങാനായില്ല. ഇതോടുകൂടി ഇന്ത്യ വലിയ പ്രതിസന്ധിയിലായതാണ്. ആ ഘട്ടത്തിലാണ് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി ഹർമൻപ്രീത് തകർത്ത് കളിച്ചത്. അർദ്ധ സെഞ്ചുറി നേടിയ ഹർമൻ ഇന്ത്യയെ ഒരു വലിയ സ്കോറിലേക്ക് തന്നെ എത്തിക്കുകയാണ് ചെയ്തത്. 43 പന്തിൽ 9 ഫോറും 1 സിക്സും അടക്കം 68 റൺസാണ് ഹർമൻപ്രീത് നേടിയത്. ഏറ്റവും ഒടുവിൽ അരുന്ധതി റെഡ്ഡിയുടെ 11 പന്തിൽ 27 റൺസും ഒപ്പം തന്നെ അമൻജോത് കൗറിന്റെ 18 പന്തിൽ 21 റൺസ് കൂടിയായപ്പോൾ ഇന്ത്യ അങ്ങനെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന ഒരു ഭേദപ്പെട്ട ടോട്ടലിൽ ഒരു മികച്ച ടോട്ടൽ തന്നെ പടുത്തുയർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയിരിക്കുന്ന ശ്രീലങ്കയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായിരിക്കുകയാണ്. അവരുടെ ക്യാപ്റ്റൻ ചമരി അട്ടപ്പെട്ടുവിന്റെ വിക്കറ്റാണ് 7 റൺസ് സ്കോർ ബോർഡിൽ എത്തുമ്പോഴേക്കും നഷ്ടമായിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് വലിയ അപ്പർ ഹാൻഡ് നൽകുന്നതാണ്. കാരണം ഈ പരമ്പരയിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കളിച്ച ഒരു താരം ചമരി അട്ടപ്പെട്ടു മാത്രമാണ്. അപ്പോൾ ചമരി അട്ടപ്പെട്ടുവിന്റെ വിക്കറ്റ് എടുത്തത് തന്നെ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇതിൽ തീരുന്നില്ല. എന്തായാലും ഇന്ത്യ പെട്ടെന്ന് തന്നെ അവരെ ഓൾ ഔട്ട് ആക്കുമെന്നും പരമ്പര 5-0 സ്വന്തമാക്കി ഈ വർഷത്തെ അവസാന മത്സരമാണ്, അതങ്ങനെ ജയത്തോടുകൂടി അവസാനിപ്പിക്കുമെന്നും നമുക്ക് കരുതാം. എന്തായാലും നമ്മുടെ നാട്ടിൽ വിരുന്നു വന്നിട്ടുള്ള അവസാന 3 2020 മത്സരങ്ങളെ ഗംഭീരമായി അതിനൊരു പരിസമാപ്തി കുറിക്കാൻ കൂടി പോവുകയാണ് എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.